രസകരമായ ചില സൈക്കോളജിക്കൽ ഫാക്റ്റ്. ഒന്നാമതായി, നിങ്ങൾ ധരിക്കാനെടുക്കുന്ന ഡ്രസ്സിൻ്റെ കളർ ഡാർക്ക് നിറങ്ങളാണെങ്കിൽ ആൾക്കൂട്ടത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ ലൈറ്റ് നിറങ്ങളാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ വളരെ മനോഹരമായ വ്യക്തിത്വം നിങ്ങൾക്ക് ഉണ്ടെന്നാണ് സത്യം. രണ്ടാമത്തെ കാര്യം, ഫോൺ ചെയ്ത് സംസാരിക്കുന്നതിലും കൂടുതൽ ചിലർക്ക് മെസ്സേജ് അയച്ചു സംസാരിക്കുന്നതായിരിക്കും ഇഷ്ടം. ഇത് നല്ല സ്മാർട്ടായ വ്യക്തികളുടെ ലക്ഷണമാണ്. അടുത്തത്, നമ്മൾ പോലും അറിയാതെ ദിവസവും കുറഞ്ഞത് 100 തവണയെങ്കിലും നമ്മൾ ചിരിക്കുന്നുണ്ട് എന്നതാണ് സത്യം. 40% ആളുകൾ രാത്രിയിൽ ഉറക്കത്തിൽ സ്വപ്നങ്ങൾ കാണാറേ ഇല്ല എന്നതാണ് സത്യം. സുഖകരമായ ഉറക്കമായിരിക്കും ഇവർക്ക്. പക്ഷേ ഇവർ മാനസികമായി പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്നാണ് പഠനം. ഇവർക്ക് ഭാവിയെപ്പറ്റി ഒരു ആശങ്കയും ഇല്ലാത്തവരാണ്. നിങ്ങളുമായി ആരെങ്കിലും വാക്കുതർക്കത്തിൽ ഏർപ്പെടുമ്പോൾ നിങ്ങൾ നിശബ്ദനായി ഇരിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അത് തെറ്റാണ്. നിങ്ങൾക്ക് പറയുവാനുള്ള ന്യായം നിങ്ങൾ അവിടെ പറയുക തന്നെ വേണം. അല്ലാത്ത പക്ഷം നിങ്ങളുടെ ഉള്ളിൽ നെഗറ്റീവ് ഫീലിംഗ് ആൻഡ് ഇമോഷൻ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ബസ്സിലോ ട്രെയിനിലോ കാറിലോ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ വിൻഡോ സീറ്റ് ആഗ്രഹിക്കുന്ന ആളാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങളെപ്പോഴും നിങ്ങളുടെ മാത്രം നിയന്ത്രണത്തിനും വ്യക്തിപരമായ ഇടത്തിനും വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. ഒരു അസുഖവും ഇല്ലെങ്കിൽ കൂടി ചൂടുവെള്ളത്തിൽ കുളിക്കുവാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ട്. ഇത് നിങ്ങൾക്ക് വൈകാരികവും ശാരീരികവുമായ ചൂട് വേണം എന്ന ബ്രെയിനിൻ്റെ സിഗ്നലാണ്. അതുകൊണ്ടാണ് ചൂടുവെള്ളത്തിൽ കുളിക്കുവാൻ അത്തരക്കാർ ഇഷ്ടപ്പെടുന്നത്. ഒരുപാട് ക്ഷമിക്കുന്നവരെ സൂക്ഷിക്കണം. ക്ഷമ വിട്ടുപോയാൽ ഇവർ ഭയങ്കരമായി പ്രതികരിക്കും. പക്ഷേ അത്ര സഹികെട്ടിട്ട് ആയിരിക്കും ഇവരുടെ ക്ഷമ നശിക്കുന്നത്. ഇവർ പൊതുവെ നർമ്മബോധം ഉള്ള ആളുകളായിരിക്കും. നുണക്കുഴിയുള്ള ആളുകൾ ഒരുപാട് ചിരിക്കുന്ന കൂട്ടരാണ്. ഇവർ ഏത് കാര്യവും നേതൃത്വം വഹിച്ചു ഏറ്റെടുക്കാൻ മിടുക്കരാണ്. ഇവർ പഠിത്തത്തിലും മുൻപിൽ നിൽക്കുന്ന ആളുകൾ. നല്ലൊരു കുടുംബജീവിതം നയിക്കാൻ ഇവർ പ്രാപ്തരാണ്. പച്ചക്കറിയേക്കാൾ കൂടുതലായി മാംസാഹാരം കഴിക്കുന്ന പുരുഷന്മാർക്ക് ആക്രമണ സ്വഭാവം കൂടുമെന്നാണ് പഠനം. ഇവർ സമൂഹത്തിൽ നല്ല വ്യക്തികളാണെങ്കിലും പെട്ടെന്നുള്ള പ്രതിഷേധങ്ങൾ ഇവരെ വേഗത്തിൽ പ്രകോപിപ്പിക്കുന്നു. ഒരു മാനസിക സംഘർഷമുണ്ടായാൽ എളുപ്പത്തിൽ അതിൽ നിന്ന് കരകയറുവാൻ വെറും 20% ആളുകൾക്ക് മാത്രമേ സാധിക്കുന്നുള്ളൂ എന്നാണ് വാസ്തവം. അവർ ജീവിതത്തിൽ ഉടനീളം എല്ലാം നല്ലതിന് എന്ന വിശ്വാസക്കാർ ആയിരിക്കും. ഇവർക്ക് ആത്മവിശ്വാസം കൂടുതലായിരിക്കും. ഒരേ സമയം പല ഉദ്യോഗങ്ങളും ചെയ്യുന്ന ആളുകളുണ്ട്. ഉദാഹരണത്തിന് പകൽ ഓഫീസ് വർക്ക്, രാത്രി സൊമാറ്റോ ഡ്രൈവർ, ഇടയ്ക്ക് കാറ്ററിംഗ് മുതലായവ. ഇത്തരം ആളുകൾക്ക് നല്ലൊരു കുടുംബജീവിതം നയിക്കാൻ എളുപ്പമായിരിക്കും. സ്ത്രീകളും ഈ കൂട്ടത്തിൽപ്പെടും. ഉറക്കത്തെ പ്രണയിക്കുന്ന വളരെ ചുരുക്കം ആളുകളുണ്ട്. അതായത് കട്ടിൽ കാണുമ്പോഴേ ഉറങ്ങിപ്പോകുന്നവർ. ഇത്തരക്കാർ പ്രശ്നരഹിതമായ ജീവിതം നയിക്കുന്നവരാണ്. ആളുകളെ മാനേജ് ചെയ്യാൻ ഇവർക്ക് നല്ല കഴിവായിരിക്കും. സ്ത്രീകൾ മൂഡ് ഓഫായി കാണപ്പെടുന്നതിൻ്റെ 90% കാരണവും അവരുടെ കുടുംബ പ്രശ്നങ്ങളാണ്. എന്നാൽ പുരുഷന്മാർ മൂഡ് ഓഫ് ആകുന്നതിൻ്റെ മെയിൻ കാരണം അവരുടെ ജോലി സംബന്ധമായ പ്രശ്നങ്ങളാണ്. മനുഷ്യർക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമല്ലാത്ത ഒരേ ഒരു കാര്യം എന്നത് അവരെ മറ്റൊരാളെ വെച്ച് താരതമ്യപ്പെടുത്തുക എന്നതാണ്. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് യാത്ര പോകുന്നത്
അവർക്കിടയിൽ സ്നേഹം ഒരുപാട് വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും. താങ്ക് യു ഫോർ വാച്ചിങ്.